ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്ന പൂജാരിയെ ക്ഷേത്രം ചുമതലക്കാരനായ സന്യാസി മർദ്ദിക്കുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തതായി പോലീസിൽ പരാതി നൽകി. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ മറവിൻചിറ അവധൂതാശ്രമം ദേവീക്ഷേത്രത്തിലെ പൂജാരി പാലക്കാട് അട്ടപ്പാടി താവളമൂരിൽ ചന്ദ്രനാണ് ഇത് സംബന്ധിച്ച് ഏരൂർ പോലീസിൽ പരാതി നൽകിയത്. ഞാൻ സദാനന്ദപുരത്ത് ഒരു വർഷമായിട്ട് അവിടെ പുതുതായിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറി. രാവിലെ 7 മണിക്ക് നട തുറക്കാൻ പോകുമ്പോൾ ആൾക്കാർ വന്നിട്ട് അടിക്കുകയും താക്കോല് പിടിച്ചു പറിക്കുകയും തള്ളുകയും ചെയ്തു. സമാധിയാണ്, 2 സമാധി ഉണ്ട്, അവിടെ തുപ്പുകയും അവിടെ വിളക്ക് തെളിക്കാനാണ് പോയത്. രാവിലെ തെറികളും ആവശ്യമില്ലാത്ത വാക്കുകളും ഉപയോഗിച്ച്. സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ ശാന്തിക്കാരനായിരുന്ന ചന്ദ്രനെ മാർച്ച് 12-നാണ് ഭാരതീപുരത്തെ ബ്രാഞ്ച് ആശ്രമത്തിലെ ദേവീക്ഷേത്രത്തിന്റെ പൂജാരിയായി മഠാധിപതിയായ സ്വാമി ചിദാനന്ദ ഭാരതി നിയമിച്ചത്. ഇതിൻ പ്രകാരം ഇവിടുത്തെ തൊഴിലെടുത്തു വരവെ കഴിഞ്ഞ ദിവസം രാവിലെ ആശ്രമ വളപ്പിലെ പഴയ ദേവീക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹം ഇല്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്രം ചുമതലക്കാരനായ സ്വാമി നിത്യാനന്ദ ഭാരതിയും കൂട്ടരുമാണ് വിഗ്രഹം എടുത്തുകൊണ്ടുപോയതെന്ന് അറിയുകയും ചെയ്തു. ഈ വിവരം സ്ഥലവാസിയായ ക്ഷേത്രം കാര്യസ്ഥനെയും ആശ്രമ മഠാധിപതിയെയും അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ വിരോധത്തിലാണ് തന്നെ താക്കോൽ കൂട്ടം കൊണ്ട് മർദ്ദിക്കുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പരാതി. മർദ്ദനമേറ്റതിനെ തുടർന്ന് ചന്ദ്രനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ സ്ഥലത്ത് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിനെ തുടർന്ന് ആശ്രമത്തിന്റെ ചുമതലക്കാരും ക്ഷേത്ര കാര്യക്കാരും ചേർന്ന് പഴയ വിഗ്രഹം സമുദ്രത്തിൽ നിമജ്ജനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. വിഗ്രഹമില്ലാത്ത പഴയ ക്ഷേത്രം ഇന്നലെ പൊളിച്ചു തുടങ്ങിയപ്പോൾ ക്ഷേത്രവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ സ്ഥലത്തെത്തി തടയുകയുണ്ടായി. ഇവിടുത്തെ പൂജാരിയെ കളി അങ്ങ് മാറും തൊലിച്ച് കഴിയട്ടെ. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ക്ഷേത്രത്തിനെതിരല്ല, ഞങ്ങൾ ക്ഷേത്ര വിശ്വാസികളാ. അപ്പൊ പോലീസിന്റെ വലിയ പിന്തുണയുണ്ട് പോലീസിന്റെ. 12ഓളം പരാതി നമുക്കുള്ള സമാധാനമുള്ള കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഇത് പൊളിച്ചോ കോടതി കണക്കുന്ന കോടതി പൊളിച്ചത്. ഞങ്ങളിവിടെ ഒരു ഭക്തന്മാർക്കൊന്നും എതിരല്ല, ഞങ്ങൾ ക്ഷേത്രവിശ്വാസികളല്ല. ഇവിടെ എന്തിനാ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവിടെ ആൾക്കാർ? ഞങ്ങളിതിനാ ക്ഷേത്രത്തിനെ പൊളിക്കുന്ന ആൾക്കാരുമല്ലോ ഒന്നുമല്ല. അത് ഇത് മഠത്തിന്റെ കീഴിലുള്ള ക്ഷേത്രം. ക്ഷേത്രത്തിൽ എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാനും തയ്യാറാണ് മഠം. ഇത് മഠത്തിന്റെ കീഴിൽ കിടക്കുന്ന ക്ഷേത്രമല്ലയോ സാറേ? കേസ് കിടക്കുന്നതിനകത്ത് പൂർണ്ണമായി സപ്പോർട്ട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ വിഗ്രഹം മറവഞ്ചിറ തമ്പുരാട്ടിയുടെ വിഗ്രഹം മോഷ്ടിച്ചതിലും ഒക്കെയുള്ള ഈ പൂജാരിയെ മർദ്ദിച്ചതിലും ഒക്കെയുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ സംഘം സംഘടിപ്പിക്കും. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഏരൂർ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.